ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? 2 വർഷമായി ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ അമ്മയും തോന്നിപ്പോവുക. 2 വർഷം എന്തൊരു പെട്ടെന്ന് കടന്നു പോയത്, ഞാൻ അറിഞ്ഞു പോലുമില്ല. എന്താ ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തതെന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇനി തൊട്ട് ഞാൻ വിചാരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ വെറുതെ സുഖമായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈമും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് ഉച്ചയൂണ്ട പരിപാടീസൊക്കെ ഒന്ന് വീഡിയോ ആക്കി ഇടാം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് സാമ്പാറും നല്ല പപ്പടം വറുത്തതുമാണ്. കുറേ നാളായി ഞാൻ സാമ്പാർ വീട്ടിൽ വെച്ചിട്ട്. ഞങ്ങൾ ഇപ്പോൾ നോമ്പായതുകൊണ്ട് പച്ചക്കറി ഐറ്റംസാണ് വെക്കുന്നത്, പക്ഷേ സാമ്പാർ വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ തട്ടിക്കൂട്ടി ഞാൻ എടുത്തു. അപ്പോൾ കുറച്ച് മത്തങ്ങ, കുറച്ച് ഭാഗമൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് കഴുകി കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടക്കായും തക്കാളിയും ഞാൻ സെപ്പറേറ്റ് വെട്ടി വെച്ചിരിക്കുന്ന അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ പണി തുടങ്ങുകയാണ്. ആദ്യമായിട്ട് തന്നെ സാമ്പാർ പരിപ്പ് എടുക്കുക. പരിപ്പ് എപ്പോഴും ഞാൻ കുറച്ച് അധികം എടുക്കും. അതും പറഞ്ഞ് ഞാനും എൻ്റെ അമ്മായിയമ്മയും കുറച്ച് പ്രശ്നമാണ്, ആൾക്ക് പരിപ്പ് കൂടുതൽ എടുക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ എനിക്കാണെങ്കിൽ സാമ്പാറിൽ നിറച്ച് പരിപ്പ് വേണം. അതാണെന്ന് വെച്ചാൽ നല്ല പോലെ പായസം പോലെ ഉടഞ്ഞിരിക്കണം പരിപ്പ്. അപ്പം അങ്ങനെ പരിപ്പ് നല്ല പോലെ എടുത്ത് കഴുകി വൃത്തിയാക്കി നമ്മൾ വേവിക്കാൻ വെക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം നമ്മൾ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ 2 ദിവസത്തിനൊക്കെ എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് അതടച്ച് ഞാൻ വേവിക്കാൻ വെച്ചു. ഇവിടെ എപ്പോഴും സാമ്പാർ ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. സാമ്പാർ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അതിൽ അധികം മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒരു ചവറ് സാധനങ്ങളും ഞാൻ ഇടാറില്ല. ഓൺലി സാമ്പാർ പൊടി മാത്രമേ ഇടുള്ളൂ. അതുകൊണ്ട് ആ ഒരു സാമ്പാർ പൊടിയുടെ ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടും എപ്പോഴും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് പരിപ്പ് സെപ്പറേറ്റും കഷ്ണങ്ങൾ സെപ്പറേറ്റായിട്ടാണ് ഞാൻ വേവിക്കാറ്. കാരണം കഷ്ണങ്ങൾ അങ്ങനെ വെന്ത് ഉടഞ്ഞു പോകുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ എൻ്റെ വീട്ടിൽ വെക്കണം സെപ്പറേറ്റായിട്ട്. എൻ്റെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കഷ്ണങ്ങളും ഉടയ്ക്കും നല്ലപോലെ. മത്തങ്ങയൊക്കെ നമുക്ക് കാണാൻ തന്നെ കിട്ടില്ല. പക്ഷേ ഇവിടെ മത്തങ്ങയൊക്കെ കടിക്കാൻ കിട്ടണം എനിക്കതാണ് ഇഷ്ടം. അപ്പം അത് ഫുൾ വെള്ളം നിറച്ച് വേവിക്കാതെ ഞാൻ ഹാഫ് വെള്ളം എടുത്തിട്ട് കഷ്ണങ്ങൾ മുങ്ങി പോകാത്ത രീതിയിൽ വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പുളി ഊറാനിടുക, അല്ലെങ്കിൽ ആ സമയത്ത് കറക്റ്റ് പുളി അതിൻ്റെ കിട്ടില്ല. ഇപ്പം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പുളിയുടെ വെള്ളം ഒഴിക്കുമ്പോഴേക്കും കറക്റ്റ് ആ പുളി അതിലേക്ക് അരിഞ്ഞ് വൃത്തിയായിട്ട് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സൈഡിൽ അത് വെക്കുന്നുണ്ട്. ഞാനത് വെച്ച സമയത്ത് ഉപ്പിട്ട് കഴിഞ്ഞ് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് വേവേണേക്കാട്ട് മുന്നേ ഞാൻ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നത്. ആ ഇളക്കണത് നല്ലതാണ്, അല്ലെങ്കിൽ അടിയിലെ കഷ്ണം മാത്രം വെന്ത് ഉടഞ്ഞു പോവും. മേലത്ത് അങ്ങനെ അധികം വേവില്ല. അതുകൊണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര സാഹസക്കാരിയാണ്. ചൂടുള്ള പാത്രമൊന്നും ഞാൻ തുണി വെച്ച് പിടിക്കില്ല. അപ്പോൾ എൻ്റെ സാഹസങ്ങൾ ഒരു ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണിത്. ആരും ഇത് അനുകരിക്കരുത് കേട്ടോ. കാരണം കുക്ക് ചെയ്യണ സമയത്ത് അത്രയും ശ്രദ്ധിച്ച് കുക്ക് ചെയ്യുക. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരുപാട് വട്ടം കയ്യേന് പൊള്ളിയിട്ടുണ്ട് ഇതേപോലെ ശ്രദ്ധയില്ലാണ്ട് കുക്ക് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യണേ. ഒന്നും പറയാനില്ല, സൂപ്പർ സാമ്പാർ പൊടിയാണ്. ഇത് എത്ര കൊല്ലമായി ഞങ്ങൾ യൂസ് ചെയ്യണം എനിക്കറിയില്ല. അത്രയും ടേസ്റ്റാണ്. നമ്മളൊന്നും എക്സ്ട്രാ ഇടണ്ട. ജസ്റ്റ് ഇതിപ്പോൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ ഒരു 5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇത് മാത്രം മതി. വേറെ ചവറ് മുളക് പൊടി, മല്ലിപ്പൊടി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇളം ചൂടുവെള്ളത്തിൽ ഒരു 5 ടീസ്പൂൺ വെച്ച് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്. ഞാൻ ഇനി പരിപ്പും ഈ വേവിച്ച പച്ചക്കറിയും കൂടിയിട്ട് മിക്സ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. ചിലരുടെ വീട്ടിലെല്ലാം കൂടി എണ്ണയിലൊക്കെ വറുത്ത അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എണ്ണയിലൊക്കെ വറുത്തിട്ട് അങ്ങനെ. അപ്പോൾ ഇവിടെ സാമ്പാർ ഇങ്ങനെയാണ് ഞാൻ വെക്കാറ് കേട്ടോ. പരിപ്പ് കണ്ടോ നല്ല പായസം പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ
ഇടയ്ക്ക് എൻ്റെ കൈയൊന്ന് പൊള്ളിയിരുന്നു കേട്ടോ. അതാണ് ഞാൻ പെട്ടെന്ന് ആ പാത്രം വെച്ചത്. അത്ര സാഹസികമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിലും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എടുത്തു തരാൻ ആരുമില്ല, ഞാൻ തന്നെയാണ് എടുക്കുന്ന വീഡിയോ. ഇനിയൊരു സ്റ്റാൻഡ് വാങ്ങണം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റാൻഡ് എവിടെ പോയെന്ന് എനിക്കറിയില്ല. 2 വർഷമല്ല ഗ്യാപ്പ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറ സ്റ്റാൻഡ്, മൊബൈൽ സ്റ്റാൻഡ്, കാര്യങ്ങളൊക്കെ. ഇപ്പം അതൊക്കെ എവിടെ പോയാവോ, ഒക്കെ തപ്പെടുക്കണം അല്ലെങ്കിൽ പുതിയത് വാങ്ങുക, എന്താ വെച്ചാൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ പച്ചക്കറികളൊക്കെ ഇതിലേക്ക് പരിപ്പിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുന്നേ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സാമ്പാർ പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിക്കുക. വേറെ ഒന്നും ഇടണ്ട കേട്ടോ, ഇത് മാത്രം മതി. നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് ഇഡ്ഡലി, ചോറിൻ്റെ കൂടെ ഗംഭീരമാണ്. ഇനിയിപ്പോൾ ഇഡ്ഡലി, ദോശ എല്ലാത്തിൻ്റെ കൂടെ പോവാം ഈ സാമ്പാർ. അത്ര ടേസ്റ്റാണ്. പിന്നെ അധികം മുളക് പൊടി ഞാൻ എല്ലാ ഡിഷിലും ഇടാറില്ല. കാരണം ഇവിടെ കൊച്ചിന് കഴിക്കാനുള്ളതുകൊണ്ട് അങ്ങനെ അധികം എരിവ്, പുളി, പിന്നെ മധുരം ഒന്നും കഴിക്കുന്ന ആളല്ല. അപ്പം അതുകൊണ്ട് അധികം എരിവ് ഇട്ട് നശിപ്പിക്കാറില്ല. ഞാൻ ഇതിലൊരു പച്ചമുളക് പോലും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വെണ്ടക്കായും തക്കാളിയും ഞാൻ ലാസ്റ്റ് എണ്ണയിലൊന്ന് ജസ്റ്റ് വറുത്തിട്ടാണ് ഇടാറ്. കാരണം അത് പച്ചക്കറികളെ കൂടെ ഇട്ടിട്ട് വേവിക്കുമ്പോൾ ഒരു കൊഴു കൺസിസ്റ്റൻസിയാണ് അതിന് കിട്ടുക. അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എണ്ണയിൽ നല്ലപോലെ വറുത്തിട്ട് ആണ് ഇടാറ്. കണ്ടോ, നല്ല പോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ചട്ടിയൊക്കെ കരിഞ്ഞു പോയി. ഇങ്ങനെ ആരും കരിയിക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ശ്രദ്ധിക്കാണ്ട് കരിഞ്ഞിട്ടുള്ളതാണ്. നല്ല പോലെ ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ ഇങ്ങനെ കരിയത്തില്ല. അങ്ങനെ ഇതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊന്നും മിക്സ് ചെയ്യാനില്ല. ഇനി ജസ്റ്റ് കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് പോരായി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുപ്പ് ഇടാൻ ശ്രമിക്കാമല്ലോ എല്ലാവരും. അപ്പോൾ കല്ലുപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടും പൊടിയുപ്പിനെക്കാട്ടും. ഇനി ലാസ്റ്റ് പരിപാടി താളിക്കലാണ്. താളിക്ക, അതെന്താ പറയുക, ഞങ്ങളവിടെ കടുക് പൊട്ടിക്കുന്ന പറയും. ഇതെന്താ താളിക്ക പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കടുക് പൊട്ടിക്കാണ്. എന്നെ കടുക് ഇടുക. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അപകടം പറ്റിയിട്ടോ. എണ്ണ തട്ടി എൻ്റെ കാലുമേൽക്കൊക്കെ വീണു. അങ്ങനെ കാലൊക്കെ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട്. കാരണം ഒരു കയ്യിൽ മൊബൈലായതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റണതില്ല. ഇത് കറക്റ്റ് നമ്മുടെ ഗ്യാസിൻ്റെ മേലെ ഇരിക്കാത്ത ഒരു പാത്രമാണ്. കടുക് പൊട്ടിക്കാൻ നമുക്ക് വേറെ പാത്രങ്ങളില്ല. പിന്നെ അല്ലെങ്കിൽ വലിയ ചട്ടിയൊക്കെ എടുക്കേണ്ടി വരും. എനിക്കെപ്പോഴും ഇതാണ് എളുപ്പം തോന്നാറ്. അപ്പോൾ ഇതൊരു കൈ കൊണ്ട് ഞാൻ പിടിക്കാറുള്ളതുകൊണ്ട് ഇത് പ്രശ്നങ്ങൾ ഇതുവരെ പറ്റിയിട്ടില്ല. ഇത് പിടിക്കാൻ പറ്റാതായപ്പോഴേ ഇത് തട്ടി എൻ്റെ മേത്തേക്ക് വീണു. അങ്ങനെ പിന്നെ തട്ടി വീണ് കൈയും കാലൊക്കെ ആകെ പൊള്ളി. അപ്പോൾ ഞാൻ പേസ്റ്റൊക്കെ തേച്ച് കുഴപ്പമില്ലെന്ന് കണ്ടിട്ടാണ് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പിന്നെ മുളകും ഈ കറിവേപ്പിലൊക്കെ ഇട്ടത്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് നല്ലപോലെ തിളയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഒഴിക്കുമ്പോൾ, കടുക് പൊട്ടിച്ചതും കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി. എനിക്ക് ഈ സാമ്പാർ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നണില്ലേ? അത്ര നല്ല കൺസിസ്റ്റൻസി. നമുക്ക് അത്ര എന്താ പറയുക, വെള്ളം പോലത്തെ സാമ്പാറും അല്ല, നല്ല കട്ടിയുള്ള സാമ്പാറാണ്. പിന്നെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ നല്ല ഭംഗിയിൽ കിടക്കണുണ്ടാവും. അധികം അങ്ങനെ വെന്ത് കുഴയാണ്ടൊക്കെ സൂപ്പർ സാമ്പാറാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും സാമ്പാർ വെക്കുന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ടൊന്ന് വെച്ച് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. ഇത് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റാണ്. ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെ വരെ കഴിക്കാറുണ്ട് ഈ സാമ്പാർ. ഇനി നമുക്ക് പപ്പടം കൂടി വറുക്കാനുണ്ട്. അപ്പം നമ്മളിത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങുന്ന പപ്പടം ആയതുകൊണ്ട് ഇത് വല്ലാതെ അങ്ങ് പൊള്ളയ്ക്കും. അപ്പം അധികം പൊള്ളച്ചത് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ അങ്ങനെ കുത്തി ഓട്ട ഉണ്ടാക്കി കൊടുക്കേ. അപ്പം അധികം പൊള്ളച്ച് നശിപ്പിച്ച് പോവില്ല.
അല്ലെങ്കിൽ പൂരിയൊക്കെ നമ്മൾ ഇതാക്കില്ല, അതേപോലെ ആയി പോവും പപ്പടം. ഇതുപോലെ ഓട്ടിട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആ ഒരു പപ്പടത്തിൻ്റെ ഇത് കിട്ടും. അങ്ങനെ പപ്പടം കൂടി വറുക്കാണ്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഞാൻ ആദ്യം കൊടുത്തു. ഇനി ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ചോറും സാമ്പാറും പപ്പടം ഒക്കെ കൂടിയിട്ട് ഇന്ന് അടിപൊളി ഉച്ചയൂണായിരുന്നു. അപ്പോൾ ഇനി മുതൽ സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലത്തെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് ഒന്ന് റിപ്ലൈ പറയാം എങ്ങനെയുണ്ട്. ഒന്നും ഇടാണ്ട് സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ശരി, ബൈ.